ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നിഹാൽ സാറാണ്. അപ്പോൾ വളരെ എക്സ്ക്ലൂസീവ് ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ശരിക്കും അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ കൊടുക്കാൻ മറക്കരുത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിമം മാർക്ക് ഈ വർഷം മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോകും. അതായത് ഈ വർഷം മുതൽ ഈ മിനിമം മാർക്ക് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തോൽക്കും, ഒരു സംശയമില്ല. ഏത് ക്ലാസ്സുകാരാ? 8ാം ക്ലാസ്സുകാർക്കാണ് ഈ വർഷം മുതൽ മിനിമം മാർക്ക് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു സർക്കിൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ന്യൂസ് ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോ. മാതൃഭൂമിയിൽ എന്ന ന്യൂസാണ്. 8ാം ക്ലാസ് പരീക്ഷാ ഫലം 4-ന്, അതായത് 8ാം ക്ലാസ് പരീക്ഷാ ഫലം ഏപ്രിൽ 4 പ്രഖ്യാപിക്കും. ഏപ്രിൽ 4 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ റിസൾട്ട് അറിയും. ആൻഡ് എഴുത്ത് പരീക്ഷയിൽ മിനിമം മാർക്ക് ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്നതിന് ഭാഗമാണിത്. 8ാം ക്ലാസ്സിൽ 30% മാർക്ക് നേടാത്തവർക്ക് പഠന പിന്തുണ നൽകി ഏപ്രിൽ അവസാനം വീണ്ടും പരീക്ഷ എഴുതാനാണ് ഫലപ്രഖ്യാപനം നേരത്തെയാക്കുന്നത്. അതായത് 30% മാർക്ക്, നിങ്ങൾക്ക് ഏകദേശം 12 മാർക്കോളം 40 നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്, അതായത് ഈ ഏപ്രിൽ മാസം ഓൾറെഡി വേഗം റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഏപ്രിൽ മാസം നിങ്ങൾക്ക് റെമഡിയൽ ക്ലാസ് ഒരു പരീക്ഷ നിങ്ങൾക്ക് നടത്തും. ആ ഒരു പരീക്ഷ നടത്തി നിങ്ങൾ കൃത്യമായി മിനിമം മാർക്ക് നിങ്ങൾ വാങ്ങിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? 9ാം ക്ലാസ്സിലേക്ക് പാസ്സാകാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇത് ഈ വർഷം മുതൽ 8ാം ക്ലാസ്സിനാണ്. അടുത്ത വർഷം മുതൽ 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും എന്ത് ചെയ്യും? കൃത്യമായി 10ാം ക്ലാസ്സിന് ഓൾറെഡി ഉണ്ട് നമുക്ക് വിചാരിക്കാം. അതായത് മാർക്ക് കിട്ടിയാലുള്ളൂ പിന്നെ പാസ്സാകാൻ കഴിയുള്ളൂ, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാൽ 9ാം ക്ലാസ്സിലും ഇത് വരാൻ വേണ്ടി പോകും. അതായത് ഇനി അങ്ങോട്ടുള്ള നമ്മളെ പഠന രീതികളൊക്കെ കുറച്ചും കൂടി എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിനിമം മാർക്ക് ഇത് ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഒഴിവാക്കിയ ഒരു സാധനമാണ്. പണ്ട് ഈവൻ ഞാനൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ കൃത്യമായി നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതായത് മിനിമം മാർക്ക് ഉണ്ടായിരിക്കും. ഓരോ ആളുകൾ എന്ത് ചെയ്യും? പിന്നെ മാർക്കില്ലെങ്കിൽ അവർ തോറ്റു വന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ പഠന നിലവാരം എന്തായാലും മെച്ചപ്പെടുന്നതായിട്ടൊരു സംശയമില്ല. അപ്പോൾ 8ാം ക്ലാസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ 4ാം തീയതി നിങ്ങളുടെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം എന്തായിരിക്കും? നിങ്ങൾക്ക് പിന്നെ ഒരു പരീക്ഷ വഴി നടത്തും. തോറ്റ കുട്ടികൾക്ക് മാത്രം, അല്ലെങ്കിൽ മിനിമം മാർക്ക് വാങ്ങാത്ത കുട്ടികൾ. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങൾ വിജിലന്റ് ആയിരിക്കുക. പരീക്ഷകൾ തോൽക്കുക എന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല, അല്ലെങ്കിൽ അത് നമ്മുടെ മാനാഭിമാനം എന്താണ് ഇടിഞ്ഞു പോണ സാധനമൊന്നുമല്ല. പരീക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ വളരെ ഒരു ഭാഗമാണത്. പരീക്ഷ തോൽക്കുന്നവർ വീണ്ടും എന്ത് ചെയ്യും? പഠിക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു, പരീക്ഷയെ പാസ്സായി പോകുന്നു, അത്രേ ഉള്ളൂ. പരീക്ഷ തോറ്റു അല്ലെങ്കിൽ എൻ്റെ മിനിമം മാർക്കില്ല, ഞാൻ മോശക്കാരനൊന്നും ആരും വിചാരിക്കേണ്ട. ഇറ്റ്സ് പാർട്ട് ഓഫ് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഇതിനെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള എടുക്കേണ്ടത് നമ്മളെ സിസ്റ്റങ്ങൾ മാറുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ഉഷാറാവണം എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പോസിറ്റീവായിട്ട് എടുക്കുക. ആൻഡ് നിങ്ങളുടെ കൺസേൺ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത്. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.